കുണ്ടിമുഖ്യം ബിഗിലെ ഇപ്പം അതാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രാവിലെ വന്നിരുന്നിട്ട് അനാവശ്യമായിട്ടുള്ള വാർത്തകളാണോ എന്നൊക്കെയാണ്. അങ്ങനെയല്ല. ഞാൻ ഇന്നലെ ഒരു പരസ്യം കണ്ടു. അത് പിന്നെ പരസ്യം ഇപ്പം നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന ചില കാര്യങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടല്ല, യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പരസ്യമാണ്. ആ പരസ്യത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ പ്രേക്ഷകരെ ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ല ചേട്ടാ, നമ്മളെ വീടില്ലേ മെമ്പറിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഉദ്ഘാടനം ചെയ്യുന്നത്? അതാണ് അപ്പുറത്തെ ട്രെൻഡ്. മെമ്പറെ കൊണ്ട് 10 ദിവസം ചെലവില്ല. അല്ല, സിനിമ നടിയാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. ആളുകൾ കണ്ടോട്ടെ, അതിനെന്താ കുഴപ്പമൊന്നും. നമ്മക്കൊണ്ടൊരു കുണ്ടി എന്ത് പ്രയോജനം? ഇപ്പോൾ അതിൽ പറയുന്നത് ഒരു ഉദ്ഘാടനത്തിന് ഒരു പഞ്ചായത്തിന്റെ മെമ്പർ വരുന്നു. ഒരു മൊബൈൽ കട ഉദ്ഘാടനമാണ്. ആളുകളൊക്കെ കൂടി നിൽക്കുന്നു. മെമ്പർ എപ്പോഴും നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളെ ഫേസ് ടു ആണ് നോക്കിയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഫേസിനൊന്നും വലിയ ചാൻസ് ഇല്ല. ഇപ്പോൾ കുണ്ടിക്കാണ് കൂടുതൽ എന്താ പറയുക, ആൾക്കാരുള്ളത് കുണ്ടി കാണാനാണ്. അപ്പോൾ അതുകൊണ്ട് മെമ്പർ തിരിഞ്ഞു നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ മെമ്പർ അങ്ങോട്ട് നോക്കി ഇന്ന് സംസാരിക്കുന്നത്, കടയ്ക്കകത്തോട്ട് ആളുകളൊക്കെ നിൽക്കുന്നത് പുറത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്. ഇത് കാണാൻ ഇപ്പോൾ ആൾക്കാരുള്ളത്. ഇപ്പോൾ സിനിമാ താരങ്ങളൊക്കെ ആണെങ്കിൽ പണം കൂടുതൽ കൊടുക്കണം. ഇപ്പൊ മെമ്പർ ആയതുകൊണ്ട് തിരിഞ്ഞു നിന്ന് സംസാരിച്ചാൽ മതിയല്ലോ. അപ്പോൾ നിൽക്കുന്ന ആള് പറയുന്നുണ്ട്, അത് നടനാണ്, അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കും ഒക്കെ ഉണ്ട് കുണ്ടി, എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ പുരുഷന്മാരുടെ കുണ്ടിക്കൊന്നും ഇപ്പൊ പ്രയോജനമില്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് പല അവതാരങ്ങളും, അങ്ങനെ തന്നെ പറയണം, പല അവതാരങ്ങളും സ്ത്രീ ശരീരത്തെ ഏറ്റവും മോശമായ രീതിയിലേക്ക്, അതായത് സ്ത്രീ ശരീരത്തിന്റെ ചില പാർട്ടുകൾ കൊണ്ട് കാണികളെ അല്ലെങ്കിൽ വന്നു നിൽക്കുന്ന ആളുകളെ ആകർഷിക്കാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഈ കുണ്ടി പ്രദർശനം നടത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെയൊക്കെ നമുക്ക് ഈ വാക്കുകൾ പറയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് നമ്മളൊക്കെ അത് സ്വാഭാവികമായി പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അത് പറയേണ്ടതിലേക്ക് നമ്മൾ എത്തിച്ചത് ആരാണ് എന്നുള്ളതാണ്. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ ചോദിക്കും. അതെ, അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അതിലൊന്നും ആരും കൈകടത്താൻ വരുന്നില്ല. പക്ഷെ നമ്മൾ ഇത് അവരോട് പറയുമ്പോൾ അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് എന്ന് അവർ കൂടി ചിന്തിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ എന്ത് പറഞ്ഞാൽ ഇതിനെ മോശമായി എടുക്കുന്ന കുറെ ആളുകളുണ്ട്. അതായത് ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇവള് രാവിലെ വന്നിരുന്നിട്ട് ഇത്തരം സംസാരമാണോ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി നമ്മളെ ഇതിന്റെ താഴെ വളരെ മോശമായ രീതിയിൽ കമന്റുകളൊക്കെ ഇടുന്ന ചില ചേട്ടന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ഭയങ്കര സദാചാരമൊക്കെ കാണിക്കും. പക്ഷെ ചെന്ന് നിന്നിട്ട് ഇത്തരം ആൾക്കാരെ കാണിക്കുന്നതും പറയുന്നതും അല്ലെങ്കിൽ ചെയ്യുന്നതും ഒക്കെ ആസ്വദിക്കുന്നവർ, സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നവരാണ് കൂടുതൽ. ഇപ്പോ പണ്ടൊക്കെ നമ്മള് സൗന്ദര്യം എന്ന് പറയുന്നത്, എന്റെയൊക്കെ ഒരു കാഴ്ചപ്പാട് കുറെ കാലം, എന്റെയൊക്കെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. നല്ല വടിവത്ത ശരീരം, നല്ല രീതിയിൽ ഡ്രസ്സിങ് ചെയ്ത് ആ ലെവലിലേക്ക് പോവുക എന്നുള്ളതാണ്. പണ്ട് നമ്മൾ ഈ കുണ്ടിയൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സിന് തന്നെ ഒരു വല്ലാത്ത ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു വല്ലാത്തൊരു മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡിലുണ്ടാകും. നമ്മള് ആളുകൾ തെറ്റായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാണുമോ, നമുക്ക് തന്നെ നമ്മളെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക്. ഇപ്പോ അതുണ്ടെങ്കിൽ അതുള്ളവർക്ക് ഉദ്ഘാടന വേദിയിലൊക്കെ വളരെ നല്ല പൈസയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അതായത് ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ ഇതിന്റെ വലിപ്പം അനുസരിച്ചാണ് പണം കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ പല ടോക്കിലും പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത കാലത്തൊരു ഉദ്ഘാടന വേദികളിലെ സ്ഥിരം നായികയായ ഒരു ഉദ്ഘാടന വേദിയിൽ മാത്രമാണ് അവർ നായിക. സിനിമയിൽ 1-2 സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിലൊക്കെ 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ്. കാരണം അത്രത്തോളം നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത്. ഈ കുണ്ടി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ചില അവതാരങ്ങളുണ്ട്. അതിലൊരു അവതാരം പറയുന്നതാണ്, ഈ കുണ്ടി വെച്ചിട്ട് സൂര്യനെ വരെ മറയ്ക്കാൻ കഴിയുമെന്നുള്ള ഒരു അത്ഭുത പ്രതിഭാസമൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് അവര് ഇങ്ങനെ ഒരു ഉദ്ഘാടന വേദിയിൽ പോയിട്ട് അവർ നിൽക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഈ പ്രേക്ഷകരെ ഇങ്ങനെ എന്താ പറയുക, ഈ സൂര്യന്റെ ചൂടേറ്റ് അവരെ കാണണമെന്ന ആളുകളൊക്കെ ഇങ്ങനെ വെയിലത്ത് നിന്ന് പൊള്ളുകയാണ്. അപ്പൊ അവര് ഈ ശരീരത്തിന്റെ കുറച്ച് ബ്രസ്റ്റും വയറും ഈ ബാക്ക് സൈഡും കൊണ്ട് ഈ സൂര്യനെ വരെ മറയ്ക്കുകയാണ് അവർ. അപ്പൊ അത്രമാത്രം ആരാധകരോട് വല്ലാത്തൊരു സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് അതിനെ സൂം ചെയ്തെടുക്കുകയാണ്.
മീഡിയാസ് ആ സംഭവത്തെ സൂം ചെയ്തെടുക്കുകയാണ് അവരുടെ ഈ ഭാഗങ്ങളെ. അപ്പോൾ ഈ നേരത്തെ ഇതിലും മികച്ച കുണ്ടിയും കൊണ്ട് ഉദ്ഘാടനത്തിലെത്തിയ ചില സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരിപ്പോൾ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു മേഖലയിലെ ഒരു ഇത് വലിയ വിമർശനങ്ങളും പരാതികളും ഒക്കെ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ജനങ്ങൾ ഇതല്ല ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അത്തരത്തിലൊരു പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ അതിൽ കുറച്ച് കുറവ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു താരം അതിൽ കൂടുതൽ ഈ അടുത്ത കാലത്ത് ഒരു താരം പറഞ്ഞു, നമ്മളിങ്ങനെ കുനിയുമ്പോഴും നൂരുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും സൂം ചെയ്തെടുത്തിട്ട് അതിനെ ഓൺലൈനിൽ ഇട്ടിട്ട് പലരും അത് മാർക്കറ്റ് ചെയ്യുന്നു, അവരത് കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നായിക രംഗത്തെത്തിയിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് ആ നായിക ഒരു സുഖചികിത്സാ കേന്ദ്രത്തിൽ ചെന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ശരീര കാല് മുതൽ ഇങ്ങനെ സൂം ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സൂം ചെയ്തൊക്കെ വെച്ചിട്ടൊരു വീഡിയോ. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ലേ, ഇത് കണ്ടന്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലേ, അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോഴാണോ നിങ്ങൾക്ക് പ്രശ്നം വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഈ അടുത്ത കാലത്ത് ഞാൻ തന്നെ ചെയ്ത ഒരു വാർത്ത, ഹനാനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. ഹനാനൊക്കെ പിണറായിയുടെ മകളെന്നൊക്കെ പറഞ്ഞ് പിണറായി അഭിമാനത്തോടെ കേരളത്തിന്റെ മകളായി ഞങ്ങളിതായി എടുക്കുന്നു, ഇനി കേരളം പിന്തുണ നൽകും, കേരളത്തിന്റെ പുത്രിയായി ഞങ്ങളിതായി എടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു ഹനാൻ. 20 വയസ്സിൽ മീൻ വിറ്റ് ജീവിച്ച ഒരു പെൺകുട്ടി. ഈ അടുത്ത കാലത്ത് ഒരാഴ്ചക്ക് മുമ്പേ ഹനാനെ കണ്ടപ്പോൾ കാശ് കൂടിയപ്പോൾ ഹനാന്റെ കുഴിയുടെയൊക്കെ എണ്ണവും കുഴിയൊക്കെ പുറത്തു വരുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ് വരുന്നത്. അതായത് പണം കൂടുമ്പോൾ ഈ എന്താ പറയുക കുണ്ടിയും വലുതാവും കുഴിയും വലുതാവും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതൊക്കെ എനിക്കറിയാം. ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും. നമ്മളൊക്കെ ജേർണലിസം പഠിച്ചവരാണ്, നമ്മളൊക്കെ എന്തിനാണ് ഇത്തരത്തിലുള്ള സംസാരിക്കുക പറയാതിരിക്കാൻ കഴിയുന്നില്ല. മറ്റു വാർത്തകളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇത് കാണുന്ന ഒരു യുവതലമുറയുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വസ്ത്രമൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ നയൻതാര സിനിമയിൽ എന്താ പറയുക കുറച്ച് ഡ്രസ്സ് ഇട്ട അഭിനയിച്ചാൽ നിങ്ങൾ ആ സിനിമ കാണില്ലേ എന്ന് ചോദിക്കും. കാണും, നമ്മൾ ആ സിനിമ പോയി കാണും. അവരാ സിനിമയ്ക്ക് കോടികൾ വാങ്ങിയിട്ടാണ് നമ്മളിത് ആസ്വദിക്കുന്നത്, നമ്മളിത് കാണുന്നതും. അതുപോലെ ഇത്തരം പ്രദർശനങ്ങൾ, ഈ കുണ്ടികളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ മാന്യമായ ഡ്രസ്സ് ധരിച്ചാൽ ആ ഇന്റർവ്യൂവിന് കണ്ടന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂ കാര്യപ്പോവും. അതിന് നമ്മളിപ്പോ ഇങ്ങനെയാണ്, ഇനി നമ്മളെയും ഇത്തരം കാര്യങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾ പറയുന്ന ഏത് അഡ്ജസ്റ്റ്മെന്റിനും ഞങ്ങൾ തയ്യാറാണ്. അതായത് എവിടെ ആർട്ടിഫിഷ്യലായി എവിടെയൊക്കെ വലുതാക്കണം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഞങ്ങൾ വലുതാക്കാം, അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഒരു ഇത്തരം ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ വലുതാക്കാനും ചില ഭാഗങ്ങൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനും ഒക്കെ ഞാൻ തയ്യാറാണ്. അപ്പൊ നിങ്ങൾ ഉദ്ഘാടനത്തിനോ എന്തിനു വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ ഉള്ളതാണ്. പക്ഷെ ഇവരെയൊന്നും കൊണ്ടല്ല അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു ജൂവലറി ആയാലും ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മൊബൈൽ കടയാണെങ്കിലും എന്താണെങ്കിലും ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഇവരെ കാണികളെ വിളിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവരുന്ന ഒരു പ്രതിഷ്ഠാ വസ്തുവാക്കി മാത്രമാണ് ഇവരെ അവിടെ കൊണ്ടുവരുന്നത്. ഒരു പ്രതിഷ്ഠ കാരണം ആളുകളെ കൂടണമല്ലോ, ആളുകളെ കൂട്ടാൻ എന്താണ് മാർഗം എന്ന് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ പ്രതിഷ്ഠയ്ക്ക് മാത്രമായാണ് ഈ ഒരു സംഭവം. അല്ലാണ്ട് ഇതൊരു എന്താ പറയുക ഇത് ഒരു ഇത് കണ്ടിട്ടാണ് ആളുകൾ ഒരു മൊബൈൽ ഇപ്പൊ മൈജി പോലുള്ള മൊബൈൽ കടകളുണ്ട്. മൈജി എന്നൊക്കെ മൊബൈൽ എടുത്ത് 8ന്റെ പണി കിട്ടിയ ഒരാൾ കൂടിയാണ് ഞാനെങ്കിലും പറയുകയാണ്. മൈജി ഒക്കെ ഈ എന്താ പറയുക ഉദ്ഘാടനം വിളിക്കും. മഞ്ജു വാര്യർക്കാണ് മൈജി ഒക്കെ സ്ഥിരം ഉദ്ഘാടനം ചെയ്യുക. മഞ്ജു വാര്യരൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്രമാത്രം എന്താ പറയുക ഒരു മഞ്ജു വാര്യരുടെയൊക്കെ ഒരു ഡ്രസ്സിങ് രീതി എന്നിട്ടും ആളുകൾ കൂടുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. എന്നിട്ടും ആളുകൾ കൂടുന്നുണ്ട്. ആളുകൾ അത് ആ മൈജിയുടെ ഷോറൂമുകളിൽ ആളുകൾ വരുന്നുണ്ട്. ആളുകൾ ഇപ്പൊ മമിത ബൈജുവിന്റെ ഒരു എന്താ പറയുക ഒരു പരസ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്ര നടിമാർ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നു. എന്തിനു പറയുന്നത്, നമ്മുടെ വിജയുടെ അനിയത്തിയായിട്ടൊക്കെ അഭിനയിച്ച ആ ഒരു നടിയുണ്ടല്ലോ, അവരൊരു പരസ്യത്തിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എത്ര മാന്യമായിട്ട് വന്ന് അവർ അഭിനയിച്ചിട്ട് പോകുന്നു എന്നുള്ളതാണ്. അവർ ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നുണ്ട്, എത്ര മാന്യമായിട്ട് വന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. ഈ മാന്യത എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വാഭാവികമായുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു പോകും. ഈ വച്ചുകെട്ടലൊക്കെ സമൂഹത്തിനുണ്ടാക്കുന്ന വല്ലാത്തൊരു ചിന്താഗതിയുണ്ട്. അത് നിങ്ങളായി ഈ സമൂഹത്തെ ഇല്ലാതാക്കാൻ നിൽക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ.